വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ പോളിനോമിയൽസിലെ എക്സസൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് നോക്കാം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഗിവ് പോസിബിൾ എക്സ്പ്രഷൻസ് ഫോർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് റെക്ടാംഗിൾസ് ഇൻ വിച്ച് ദെയർ ഏരിയാസ് ആർ ഗിവൺ. അതായത് നമ്മൾ റെക്ടാംഗിളിന്റെ ഏരിയ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, നമ്മൾ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്നത് എന്താണ്? ഒരു പോളിനോമിയൽ ആണ് അല്ലേ. പോളിനോമിയൽ ആകുമ്പോൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് വാല്യൂ കിട്ടുമോ? അതായത് 13 എന്നോ 14 എന്നോ അല്ല 16 സെന്റിമീറ്റർ എന്നോ ഇങ്ങനെ വല്ല കറക്റ്റ് വാല്യൂയും കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല അല്ലേ. പിന്നെ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? എക്സ്പ്രഷൻസിലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളോട് അവർ ഗിവ് പോസിബിൾ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കാരണം കറക്റ്റായിട്ടൊരു വാല്യൂ നമുക്കൊരു പോളിനോമിയൽ തന്നിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? എക്സ്പ്രഷൻസിലെ കിട്ടത്തുള്ളൂ. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ പറയത്തില്ലേ x-y അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പറയും 2x + y. ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പോൾ അതേപോലുള്ള എക്സ്പ്രഷൻസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതാണ് നമുക്കിവിടെ വേണ്ടുള്ളതെന്നും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ക്ലിയർ? സോ അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഏരിയ തന്നിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടുള്ളത്? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ. അപ്പം ഇതേപോലെ നമുക്കൊരു ലെങ്ത്തും കിട്ടും ബ്രെഡ്ത്തും കിട്ടും. അത് ഇൻറ്റു എന്നും പറഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് അല്ലേ. മിസ്സിന് എങ്ങനെ മനസ്സിലായത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെന്ന്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി 2 വരുന്ന പോളിനോമിയൽസിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഡിഗ്രി 2 എന്താ ഈ ഡിഗ്രി? അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് വിളിക്കുന്നത്. ഇവിടെ വേരിയബിൾ എ ആണ്, അതിൻ്റെ ഹയസ്റ്റ് പവർ എന്താണ്? 2. ഇവിടെ ഒന്നുമില്ലെങ്കിൽ 1 ആണ്. അപ്പോൾ 1 ആണോ 2 ആണോ വലുത്? 2 അല്ലേ വലുത്. അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് പവർ 2 ആണ്. ഈ ഹയസ്റ്റ് പവറിനെ നമ്മൾ ഡിഗ്രി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിഗ്രി എന്താണ് കിട്ടിയത്? 2. അപ്പോൾ ഡിഗ്രി 2 വരുന്ന പോളിനോമിയൽസിനെ എന്തെന്ന് വിളിക്കുന്നു? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. മനസ്സിലായോ എൻ്റെ മക്കൾസിന്? ഓക്കെ, അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടുള്ളത്? നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാലേ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് പറഞ്ഞത് ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെന്ന്. എങ്ങനെയാണ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യുന്നത്? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് വഴി. സോ അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ്. അപ്പോൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടുള്ളത്? അതാണ് ഇനി ഇവിടെ നമ്മൾ നോക്കാൻ പോണത്. അതിനിവിടെ ആദ്യമേ നമ്മൾ ഈ ഫസ്റ്റ് ടേമിൻ്റെ കോഫിഷ്യൻ്റ് ആയ 25ഉം ലാസ്റ്റ് ടേമും കൂടി തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 25 × 12. 25 × 12 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് നോക്കാവേ. 5 2s are 10 1, 2 2s are 4 1 5, 5 1s are 5, 2 1s are 2, 0 10 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 300. ഇനി നമ്മൾ 2 നമ്പേഴ്സ് ചൂസ് ചെയ്യണം. അതിൻ്റെ പ്രോഡക്റ്റ് 300ഉം കിട്ടണം, അതിൻ്റെ സം എന്തും കിട്ടണം? ഈ നടുക്ക് കിടക്കുന്ന -35ഉം കിട്ടണം. ഏതാ വരേണ്ടുള്ളത്? മിഡിൽ ടേമായ -35. കണ്ടോ, ഇതാണ് നമുക്കിവിടെ കിട്ടേണ്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടുള്ളത്? നമ്മൾ 2 നമ്പേഴ്സ് ചൂസ് ചെയ്യണം, അതിൻ്റെ പ്രോഡക്റ്റ് 300ഉം ആയിരിക്കണം, അതേ നമ്പേഴ്സിൻ്റെ സം എന്തും ആയിരിക്കണം? -35ഉം ആയിരിക്കണം. അങ്ങനെയുള്ള 2 നമ്പേഴ്സ് വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ 300 ആണ് വന്നിരിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മൾ 50 × 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 300 കിട്ടും അല്ലേ. 15 2s are എത്രയാണ്? 30 ആണ്. അപ്പോൾ 15 × 20 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 300. ഏറ്റവും എളുപ്പം നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഇനി അടുത്ത പ്രശ്നം, ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 35 കിട്ടുമോ എന്നാണ്. നമുക്ക് ചെയ്തു നോക്കാം. 15 + 20 എത്ര കിട്ടും നമുക്ക്? 35.
കണ്ടില്ലേ? പക്ഷെ ഒരു പ്രശ്നം എന്താണ്, ഇവിടെ -35 ആണ്. എങ്ങനെ ഇവിടെ നമ്മൾ മൈനസ് സൈൻ കൊണ്ടുവരും? ഇൻറ്റീജേഴ്സ് റൂള് അപ്ലൈ ചെയ്തിട്ട്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് നമ്പേഴ്സിനും നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുത്താൽ നമുക്ക് ഇവരെ തമ്മിൽ ആഡ് ചെയ്യിക്കാനും പറ്റും, അതേപോലെ ആൻസറിൻ്റെ കൂടെ എന്തും കൊടുക്കാൻ പറ്റും, നെഗറ്റീവ് സൈനും കൊടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ +300 ആണ് വരേണ്ടുള്ളത്. സോ നമുക്ക് ദേ ഇവിടെ നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്തു. കാരണം നമ്മൾ എടുത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? -15ഉം -20ഉമാണ്. അപ്പോൾ ദേ നമ്മൾ ഇൻറ്റു ചെയ്തപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്താ വന്നത്? +300. സോ അപ്പോൾ നമുക്ക് -15 × -20 ചെയ്തപ്പോൾ നമുക്ക് 300ഉം കിട്ടി. അത് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്തും കിട്ടി? -35ഉം കിട്ടി. ഇനി ഈ വേരിയബിൾ, ഈ ഒരു -35ൻ്റെ കൂടെ എന്തുണ്ട്? വേരിയബിൾ എ ഉണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത നമ്പേഴ്സിൻ്റെ കൂടെ എന്തിട്ട് കൊടുക്കാം? എ. സോ അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? -15a -20a. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എഴുതാം 25a². എന്നിട്ട് ഈ -35a കിടക്കുന്നിടത്ത് നമ്മൾ അവിടെ എന്ത് എഴുതണം? -15aയും -20aയും. -15aയും -20aയും. കാരണം നമുക്ക് ഈ രണ്ട് നമ്പേഴ്സാണ് കിട്ടിയത്. അതാണ് നമ്മൾ -35aക്ക് പകരം എഴുതേണ്ടുള്ളത്. ഈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിലെ മിഡിൽ ടേം എന്താണോ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അതല്ലേ ഇപ്പം നമ്മൾ ചെയ്തത്. -35aന് സ്പ്ലിറ്റ് ചെയ്തതാണ് -50aയും അതേപോലെ -20aയും. ഓക്കെ, ഇനി ബാലൻസ് ഉള്ള +12 എടുത്ത് അതേപോലെ എഴുതുക. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടുള്ളത്? ഗ്രൂപ്പ് ചെയ്യണം അല്ലേ? ഇതിനെ രണ്ടിനെയും കൂടി തമ്മിൽ ഗ്രൂപ്പ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഫാക്ടേഴ്സ് എടുത്ത് എഴുതാം. അപ്പോൾ 25 എന്ന് പറയുമ്പോൾ 5 × 5, a² എന്ന് പറയുമ്പോൾ a × a. 15യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 3 × 5 × a. ഇനി ഇവിടുന്ന് എന്ത് ചെയ്യണം? കോമൺ എടുക്കണം. 5 കൊണ്ട് കോമൺ എടുക്കാൻ, എയും കൊണ്ട് കോമൺ എടുക്കാൻ. സോ അപ്പോൾ നമുക്കിവിടെ എഴുതാം 5a. ഇവിടെ ബാലൻസ് ഇനി എന്താ ഉള്ളത്? 5a. ഇവിടുത്തെ സൈൻ തന്നെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ, നമ്മുടെ കയ്യിൽ നിന്ന് ഇടാൻ പാടില്ല. അപ്പോൾ ഇവിടുത്തെ മൈനസ് സൈൻ. ദെൻ ഇവിടെ എന്താ ബാലൻസ് ഉള്ളത്? 3. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടുള്ളത്? ഇതിനെ രണ്ടിനെയും കൂടി തമ്മിൽ ഗ്രൂപ്പ് ചെയ്യണം. അപ്പോഴേ നമുക്ക് സൈൻ ലാസ്റ്റ് ഇടാവേ, കാരണം മൈനസും പ്ലസും ആണ്. ഡിഫറെൻറ്റ് സൈനൊക്കെ വരുമ്പോഴേ നമ്മൾ സൈന് ലാസ്റ്റ് ഇടുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. അതിന് മിസ് ഒരു ട്രിക്കും പറഞ്ഞുതരാം. 20യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 5 × 4 × a. 12ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 3 × 4. സോ നമുക്ക് കോമൺ എടുക്കാനായിട്ട് എന്ത് പറ്റും? 4നെ നമുക്ക് കോമൺ എടുക്കാനായിട്ട് പറ്റും അല്ലേ? സോ നമ്മളിവിടെ 4നെ കോമൺ എടുത്തു. ഇനി ബാലൻസ് എന്താ ഉള്ളത് ഇവിടെ? അപ്പം മിസ് ഇവിടെ സൈൻ ഇടുന്നില്ല, നമുക്ക് ലാസ്റ്റ് ഇടാവേ. ഇവിടെ ബാലൻസ് ഉള്ളത് 5a ആണ്. ഇവിടുത്തെയും സൈൻ ഇടുന്നില്ല. ഇനി ഇവിടെ ബാലൻസ് എന്താ ഉള്ളത്? 3. സൈനിനെ എങ്ങനെ ഇടേണ്ടുള്ളതെന്നറിയാം കറക്റ്റായിട്ട്. ഈ ബ്രാക്കറ്റിൽ എന്താണോ വരുന്നത് അത് തന്നെ സെക്കൻഡ് ബ്രാക്കറ്റിലും വരുള്ളൂ, ഒരു ഡിഫറൻസും വരില്ല. അങ്ങനെ വല്ല ഡിഫറൻസും വന്നാൽ ഓർത്തോണം നിങ്ങൾ മക്കൾസ് ചെയ്തിരിക്കുന്നത് തെറ്റാണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളത്? ഈ ബ്രാക്കറ്റിൽ എന്താണോ സൈൻ അതിവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇവിടുത്തെ സൈൻ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് നമ്മളിതേ ഇത് രണ്ടും കൂടി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 5 എത്രയാണ്? 20. പിന്നെ എന്തുണ്ട്? വേരിയബിൾ എ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ 20യുടെ സൈൻ നോക്കുക. എൻ്റെ 20യുടെ സൈന് മൈനസ്, ആ സൈൻ വേണം നമ്മളിവിടെ ഇട്ട് കൊടുക്കാൻ. കണ്ട? ഇനി അടുത്ത് എന്താണ്? ഇവിടെ രണ്ടിടത്ത് കോമൺ ഉള്ളതിൽ ഒരെണ്ണം നമ്മൾ പുറത്തെടുക്കുക. ഏതാണ്? 5a - 3. ഇനി ബ്രാക്കറ്റിൽ അല്ലാതെ കിടക്കുന്ന ഏതൊക്കെയാണ്? 5a പിന്നെ -4. അതിനെ പിടിച്ച് നമ്മൾ അടുത്ത ബ്രാക്കറ്റിൻ്റെ അകത്ത് ആക്കുക. ദേ കിട്ടി നമ്മുടെ ഫാക്ടേഴ്സ്. കണ്ടില്ലേ? അപ്പം ഇതിനെ നമുക്ക് ലെങ്ത് എന്ന് പറയാം, ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ബ്രെഡ് എന്നും പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ലെങ്ത് ആയിട്ട് എടുക്കാം, ഇത് വേണമെങ്കിൽ ബ്രെഡ് ആയിട്ട് എടുക്കാം. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. കണ്ടില്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്. നമുക്ക് എന്ത് കിട്ടി? ഏരിയ. പിടികിട്ടി എൻ്റെ മക്കൾസിന്? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തെഴുതാം. ലെങ്ത് ഈസ് ഈക്വൽ ടു 5a - 3 അല്ലേ? ദെൻ ബ്രെഡ് ഈസ് ഈക്വൽ ടു 5a - 4. മനസ്സിലായോ മക്കൾസേ? ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത് ഈസ് ഈക്വൽ ടു 5a - 4, ബ്രെഡ് ഈസ് ഈക്വൽ ടു 5a - 3 അങ്ങനെ വേണമെങ്കിൽ എഴുതാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ മിസ് എടുത്തത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് 35y² പ്ലസ് 13y മൈനസ് 12. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫസ്റ്റ് ടേമും നമ്മുടെ ലാസ്റ്റ് കിടക്കുന്ന -12 ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുള്ള ഒരു കാര്യം, കൂടെ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് സൈൻ ഉൾപ്പെടെ വേണം നമ്മൾ ഇവിടെ എടുത്ത് എഴുതാൻ. അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ള കാര്യമാണ്, ആരും തെറ്റിച്ച് വെക്കരുത്. അപ്പോൾ ഇനി നമുക്ക് 35 × 12 ചെയ്ത് നോക്കാം. 5 2 10 1 7 5 3 0 12 1 എത്ര കിട്ടിയത്? 420. ഇവിടെ നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് -420. ഇനി രണ്ട് നമ്പേഴ്സ് ചൂസ് ചെയ്യണം. അതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? -420. അതേ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്തും കിട്ടണം? നടുക്ക് കിടക്കുന്ന +13 കിട്ടണം. അതായത് രണ്ട് നമ്പേഴ്സ് ചൂസ് ചെയ്യുക, അതിൻ്റെ പ്രോഡക്റ്റ് -420യും അതേ നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടണം. അപ്പോൾ ഏതാണ് ആ നമ്പേഴ്സ് എന്ന് നോക്കാം. 420 ഒരു വലിയ നമ്പറാണ്. നമുക്ക് പ്രത്യേകിച്ച് അത് ഏതിനകത്ത് വരും എന്നുള്ള ഒരു ടേബിൾസിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു വഴിയില്ല ഇത് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 420നെ എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? 2 കൊണ്ട്. 2 2s are 4, 2 1s are 2, 0. ഇനി അടുത്തത് 2 2 1s are 2. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, മിക്ക മക്കൾസും ഈ 210നെ ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേപോലെ ആയിരിക്കും ചെയ്യുന്നത്. 2 1s are 2, അടുത്ത 2 5s are 10. ഇങ്ങനെ എഴുതി വെച്ച് കളയും. ഇതെന്താണ്? തെറ്റാണ്. ഓക്കെ, ഇതെന്താണ്? റോങ് ആണ്. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടുള്ളത് നോക്കിക്കോ. 2 1s are 2, അടുത്ത എന്താ കിടക്കുന്നത്? 1. എപ്പോഴും നമ്മൾ ഒരു നമ്പർ വീതമാണ് ഇവിടെ എടുക്കേണ്ടുള്ളത്. അപ്പോൾ 1 മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. 2നെക്കാട്ടി സ്മോളസ്റ്റ് നമ്പറാണ് 1. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കും? 0. ഇനി എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ 1 ഈ 0വുമായിട്ട് ജോയിൻ ചെയ്ത് വായിക്കും. അപ്പം ഈ 0യുടെ കൂടെ നമ്മൾ 1 എഴുതിയാൽ നമുക്ക് എന്താ വരുന്നത്? 10. 2ൻ്റെ ടേബിൾസിൽ എപ്പോഴാണ് 10 കിട്ടുന്നത്? 5 2s are. കണ്ടോ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി വീണ്ടും നമുക്ക് ഇത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? 3 കൊണ്ട്. 3 3s are 9 1 5 3s are 15. ദെൻ 5ൻ്റെ ടേബിൾസിൽ 7 7 1s are 7. സോ അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് കിട്ടിയത്? 2 × 2 × 3 × 5 × 7. ഇനി നമ്മളിത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഈ ഫാക്ടേഴ്സ് തമ്മിൽ, അതായത് ഇതിനെ നമ്മൾ ചുരുക്കി 2 എണ്ണമാക്കി മാറ്റണം. ഇപ്പോൾ ഇവിടെ 1 2 3 4 5 5 ഫാക്ടേഴ്സ് ആണുള്ളത്. ഇതിനെ നമ്മൾ ചുരുക്കി 2 ആക്കി മാറ്റണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതാ സം ചെയ്യുമ്പോൾ 13 കിട്ടുന്നു എന്ന് ചെക്ക് ചെയ്യണം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എന്തായാലും 2 ആക്കിയാലും 3 ആക്കിയാലും 4 ആക്കിയാലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 420 തന്നെ കിട്ടിക്കോളും. അതിൽ യാതൊരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. പിന്നെ എന്താണ് നമുക്ക് വേണ്ടുള്ളത്? ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പം മിസ് ദേ ഇത് രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ 2 2s are എത്ര കിട്ടും? 4 ഇൻറ്റു, ഇനി മിസ് ദേ ഇത് ഇത്രയും കൂടിയാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. 5 3s are 15. 15 × 7 7 5s are 35. 3 7s are 7 8 9 10 105. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ഇത് രണ്ടും കൂടി തമ്മിൽ ആഡ് ചെയ്താലോ അല്ലെങ്കിൽ മൈനസ് ചെയ്താലോ നമുക്ക് 13 കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? പൊട്ട തെറ്റാണ്. ഇനി നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? മിസ് ഒന്നും കൂടി ആ ഫാക്ടേഴ്സ് എടുത്ത് എഴുതാം. ഇനി മിസ് ഗ്രൂപ്പ് ചെയ്യാൻ പോണത് എങ്ങനെയാണെന്നറിയാം? ഇതും ഇതും ഇവരെ 3 പേരെയും കൂടി ഒരുമിച്ചടിക്കുക. അപ്പോൾ 2 2s are 4 4 × 7 28 എന്നായി. ഇൻറ്റു, ഇനി ഇവിടെ എന്തുണ്ട്? 3ഉം 5ഉം. അപ്പോൾ 3 5s are എത്രയാണ്? 15. കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ ഷഫിൾ ചെയ്ത് ചുരുക്കി 2 നമ്പറാക്കി മാറ്റിക്കോണം. ഇനി ഇത് തമ്മിൽ ചെയ്താൽ, പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. 13. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ 13 കിട്ടില്ല എന്ന് മനസ്സിലായി. പക്ഷെ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 13 കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ മൈനസ് ചെയ്യിക്കും? ഇൻറ്റീജേഴ്സ് റൂൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് സൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈനസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം ഡിഫറെൻറ്റ് സൈൻ മീൻസ് ഒരെണ്ണത്തിന് പ്ലസ്, ഒരു നമ്പറിന് മൈനസ്. ആർക്ക് ഇട്ട് കൊടുക്കും ഈ പ്ലസും മൈനസും ഒക്കെ? നമ്മുടെ ആൻസർ +13 ആണ്. അപ്പോൾ ഗ്രേറ്റർ നമ്പറിന് പ്ലസ് ഇട്ട് കൊടുക്കുക, ഇതിന് മൈനസ് ഇട്ട് കൊടുക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഗ്രേറ്റർ നമ്പറിന് പ്ലസ് ഇട്ട് കൊടുക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ നമ്പേഴ്സ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഗ്രേറ്ററിൻ്റെ സൈൻ വേണം ആൻസറിന് കൊടുക്കാനെന്ന്. അപ്പോൾ ഇവിടെ പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ നമ്പറിന് പ്ലസ് കൊടുത്താലല്ലേ ഇവിടെയും പ്ലസ് വരുത്തുള്ളൂ. ഇപ്പം പിടി കിട്ടിയാ? ഓക്കെ ആണോ? ഇനി
ഇതാ നോക്കിയാൽ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് എന്താ കിട്ടുന്നത്? -420. പ്രശ്നം പരിഹരിച്ചു. അപ്പം നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 28ഉം അതേപോലെ -15ഉം. ഇനി ഇതിൻ്റെ കൂടെ വേരിയബിൾ എന്തുണ്ട്? y. അപ്പോൾ നമുക്ക് എഴുതാം 28y -15y. അപ്പോൾ +28yയും -15yയും ആണ് നമ്മുടെ നമ്പേഴ്സ്. ഓക്കെ, കണ്ടില്ലേ? സോറി, 28 ഇൻറ്റു -15, 28 പ്ലസ് -15 ചെയ്തപ്പോഴാണ് നമുക്ക് +13 കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 35y². നമുക്ക് കിട്ടിയ നമ്പേഴ്സ് എന്താണ്? ഇതിന് പകരം എഴുതാനായിട്ട് +28yയും -15y, +28y -15y. ഇനി ഇവിടെ ബാലൻസ് എന്താ ഉള്ളത്? -12. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ചെയ്യണം. ഇത് തമ്മിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ 5 ഇൻറ്റു 7 ഇൻറ്റു y എന്ന് വരും. ഇവിടെ എന്ത് വരും? 4 ഇൻറ്റു 7 ഇൻറ്റു y എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് 7 ഇവിടെ കോമൺ എടുക്കാൻ പറ്റും, y നമുക്ക് കോമൺ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 7y ആണ് കോമൺ. ഇവിടെ ബാലൻസ് എന്തൊക്കെയാണ് ഉള്ളത്? 5y. ഇനി ഇവിടെ പ്ലസ് സൈൻ ഉണ്ട്, ഇവിടെ ബാലൻസ് എന്താ ഉള്ളത്? 4. ഇനി രണ്ടും നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് നേരത്തെ പോലെ നമുക്ക് ട്രിക്ക് അപ്ലൈ ചെയ്താൽ മതി. അല്ലാതെ ആദ്യമേ കയറി നമ്മൾ സൈൻ ഇടാൻ നിൽക്കരുത്. അപ്പോൾ ഇത് തമ്മിൽ ഗ്രൂപ്പ് ചെയ്യാം. 15yയുടെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 5 ഇൻറ്റു y. 12ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് 3 എന്ത് ചെയ്യാൻ പറ്റും? കോമൺ എടുക്കാൻ പറ്റും. സോ മിസ് 3 കോമൺ എടുത്തു. ബാലൻസ് എന്താ ഇവിടെ ഉള്ളത്? 5y. സൈൻ ലാസ്റ്റ് ഇടാം. ഇവിടെ ബാലൻസ് എന്താ ഉള്ളത്? 4. ഇനി നമുക്ക് ഇതിൽ നോക്കി ഇവിടെ എന്ത് ചെയ്താൽ മതി? സൈൻ ഇട്ട് കൊടുത്താൽ മതി. കാരണം സെയിമേ വരുള്ളൂ. ഇനി ഇവിടുത്തെ സൈൻ എങ്ങനെ കണ്ടുപിടിക്കും? 3 ഇൻറ്റു 5y എന്ത് കിട്ടും? 15y. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15y കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യനിൽ 15yയുടെ സൈൻ എന്താണ്? മൈനസ്. ആ സൈൻ വേണം നമ്മളിവിടെ ഇട്ട് കൊടുക്കാൻ. സോ നമുക്ക് കോമൺ എടുക്കാം 5y + 4. ഇനി ബ്രാക്കറ്റിൽ അല്ലാതെ കിടക്കുന്നത് 7yയും -3 ആണ്. അത് നമുക്ക് അടുത്ത ബ്രാക്കറ്റിലാക്കാം. ഇതേ കിട്ടി ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പോൾ നമുക്ക് ലെങ്ത് എന്തായിട്ട് എടുക്കാം? 7y -3. ബ്രെഡ്ത്ത് എന്തായിട്ട് എടുക്കാം? 5y + 4. തിരിച്ചും വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇതേ കിട്ടി നമ്മുടെ ആൻസർ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇതേപോലെ വലിയ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് ഷഫിൾ ചെയ്ത് ഇങ്ങനെ 2 നമ്പേഴ്സൊക്കെ ആക്കിയിട്ട് വേണം എൻ്റെ മക്കൾസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.